ഹായ് ഗായ്സ്, നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പം അതിലേക്ക് തക്കാളി വേണം, സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഞാൻ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളി ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ. പിന്നെ മീൻ വേണം. എന്നിട്ട് നമ്മൾ ഇത് നന്നായി കഴുകിയിട്ട് സബോളയൊക്കെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. സബോള ഞാൻ എടുത്തേക്കണം, കാരണം എനിക്ക് ചെറിയ ഉള്ളി കിട്ടിയില്ല. ചെറിയ ഉള്ളി ആണെങ്കിൽ ഇതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ സബോളയാണ് എടുത്തത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ നന്നായി ചെറുതായിട്ട് അരിയുക. സബോളയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ നല്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിയുക. എന്നിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഗ്യാസിൽ നമുക്ക് ഏത് പാത്രം ചട്ടിയാണെന്ന് വെച്ചാൽ ചട്ടി വയ്ക്കുക. പാത്രം വെച്ചിട്ട് നമുക്ക് ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ജീരകമില്ലേ, പെരുംജീരകം, നമ്മൾ മസാലയിലൊക്കെ ഇട്ടൂലേ, അങ്ങനത്തെ നമ്മൾ ഇത്തിരി അതിൽ മറ്റേ മസാലകളുണ്ടാവും കേട്ടോ, അതിടുക. അപ്പോൾ ഇത് ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. നമ്മൾ കടുകൊക്കെ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കില്ലേ, അതുപോലെ പൊട്ടിത്തെറിക്കും. എന്നിട്ട് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കണ സബോള ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ഉള്ളി നന്നായി ഇത്തിരി തോനെടുത്ത് ഒരു 10-20 എടുത്തിട്ട് നന്നായി അരിഞ്ഞിട്ട് ചെറിയതായിട്ട് തന്നെ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. അതാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഞാനത് ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ സബോള എടുത്തത്. അപ്പോൾ നമുക്ക് സബോള നന്നായിട്ട് വഴറ്റാം. സബോള കുറച്ചൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്കതിൽ കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടാൽ വേഗം നന്നായി വാടി കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കറിയൊക്കെ ആയതിന് ശേഷം ഉപ്പ് പാകമുണ്ടോ എന്ന് എങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കൂടുതലാണ് കുറവ് അങ്ങനെ വെച്ചാൽ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി ഇല്ലേ, ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായി ചെറുതാക്കി അരിഞ്ഞു കേട്ടോ, കാരണം അത് നന്നായി ചെറുതാക്കി അരിഞ്ഞാൽ വേഗം അത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞത്. എന്നിട്ട് പിന്നെ നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റാം. ഇപ്പോൾ സബോളയും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും തക്കാളിയും എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ നന്നായി ഇങ്ങനെ വെന്തിങ്ങനെ ഉടയൂട്ട, എല്ലാം കൂടി ഇങ്ങനെ വെന്തുടയണ വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക അതിൽ. ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ ഞാൻ മുളകും പൊടി ഓരോരോ എരിവിനനുസരിച്ച് ഇഷ്ടത്തിന് ഇടാം കേട്ടോ. ഞാനൊരു 2 സ്പൂണ് മുളകും പൊടിയാണ് ഇട്ടുള്ളത്, കാരണം ഞാൻ ഒരു വലിയൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 സ്പൂണ് മുളകും പൊടിയാണ് ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആ ഒരു മല്ലിപ്പൊടിയുടെയൊക്കെ മല്ലിപ്പൊടി തോന്നിട്ടാൽ അതിൻ്റെ ഒരു നമുക്ക് ആ ഒരു ടേസ്റ്റ് വേറെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായി വഴറ്റുക. എന്നിട്ട് ഞാൻ ഇട്ടത് ചിക്കൻ മസാലയല്ലേ, നമ്മുടെ ചിക്കനിലൊക്കെ ഇട്ട ചിക്കൻ മസാല, ആ ചിക്കൻ മസാല ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി വഴറ്റുക. എന്നിട്ട് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയില്ല, നന്നായി ഉടച്ച് പിഴിഞ്ഞതിന് ശേഷം ഞാൻ പുളിവെള്ളം ഈ ഇതിലേക്ക് ഒഴിച്ചു. ഞാനിപ്പോൾ നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടില്ലേ, ഇതിൽ ഞാൻ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാ സൈഡിലേക്കും എത്താൻ വേണ്ടിയിട്ട്. എല്ലാ സൈഡിലേക്കും എത്തിയതിന് ശേഷം നമ്മളത് ഒരു തള വരും, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ തള വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി അത് മിക്സ് ചെയ്യാം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എല്ലാം കൂടി കലരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കയ്യിലൊക്കെ മാറ്റി വെച്ച് ഈ ഇപ്പോൾ ഒഴിച്ച വെള്ളം ഒന്ന് നമ്മൾ തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ
അതിൽ നമ്മൾ മാറ്റി വെച്ചേക്കണ മീനില്ലേ, ഇത് എൻ്റെ അവിടെയൊക്കെയാണ് ഇതിന് ചൂടാന്ന് പറയുക. ഇവിടെ ഇതിന് നെത്തോലി എന്ന് പറയും. നിങ്ങളവിടെയൊക്കെ ഈ മീൻ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ മീനിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളിങ്ങനെ അപ്പോൾ എല്ലായിടത്തേക്കും എത്തുമല്ലോ. അങ്ങനെ ഞാൻ മീൻ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യണ രീതിയിൽ ഞാൻ എല്ലായിടത്തേക്കും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഈ മീൻ നന്നായി വെന്തുടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാണ്ട് ഈ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഇടുന്നത്. എന്നിട്ട് തന്നെ നമുക്കൊന്ന് മെല്ലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായി എല്ലായിടത്തും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്നിതിനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിനെ അടച്ച് വയ്ക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നന്നായി അത് അടച്ച് വെച്ചപ്പോൾ നന്നായി അത് തിളച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ അത് കുറച്ച് നേരമൊക്കെ നമുക്ക് തുറന്ന് വെച്ചിട്ടും ഇതാക്കാം. കാരണം ഇപ്പോൾ കൂട്ടാനൊക്കെ തന്നെ പറ്റുമല്ലോ. ഞാൻ അപ്പോൾ അത് നന്നായി വറ്റിയപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നന്നായി വറ്റിപ്പോയി. അപ്പോൾ പിന്നെ ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കാണ്ട് ഇങ്ങനത്തെ മീനൊക്കെ ഞാൻ ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ മീൻ കറി ഉണ്ടാക്കി വെക്കുക. കാരണം നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.